സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പ് മെയ് 9 ആരംഭിക്കും. മെയ് 10 പുലർച്ചെ 1:10 കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ വിമാനം. 173 വീതം തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്യുക. രണ്ടാം വിമാനം പുലർച്ചെ 4:30 പുറപ്പെടും. നമ്മുടെ കോഴിക്കോട്ട് നിന്നുള്ള ഒന്നാമത്തെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ഈ മാസം മെയ് 10 രാവിലെയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് 11 നമുക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ആദ്യ വിമാനം പുറപ്പെടേണ്ടത് 16 അതുകൊണ്ട് തന്നെ 3 എംബാർക്കേഷൻ പോയിന്റുകളിലും ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ യാത്രകൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഹജ്ജ് കമ്മിറ്റി ഓഫ് കേരള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളെൻ്റെ പിന്നിൽ കാണുന്നുണ്ടാകും ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഹജ്ജ് ക്യാമ്പിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാറ് 9 3 മണിക്ക് മട്ടന്നൂരിൽ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. മെയ് 22 വരെ 31 സർവീസുകളിലായി 5386 തീർത്ഥാടകരാണ് കരിപ്പൂർ വഴി യാത്ര ചെയ്യുക. അന്നേ ദിവസം അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈയിടെ ബജറ്റിൽ 5 കോടി രൂപ അടക്കം അനുവദിച്ച കണ്ണൂർ ഹജ്ജ് ഹൗസിൻ്റെ ശിലാസ്ഥാപന കർമ്മവും നിർവഹിക്കപ്പെടുന്നതാണ്. ഹജ്ജിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ സജ്ജമായി എന്ന് തന്നെ പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി 9 കാലത്ത് 8 മണിയോടുകൂടി തന്നെ കോഴിക്കോട്ട് ക്യാമ്പിലേക്ക് ഹാജിമാർ എത്തും. അതിനുശേഷം കണ്ണൂരിലെത്തും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടക്കാൻ ആവശ്യമുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള 7 തീർത്ഥാടകരും കോഴിക്കോട് വഴി യാത്ര ചെയ്യും. 5680 പേർ കൊച്ചി വഴിയും 4780 തീർത്ഥാടകർ കണ്ണൂർ വഴിയും യാത്ര ചെയ്യും. നമ്മുടെ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമായി നമുക്ക് 16,000 ഹാജിമാരാണുള്ളത്. ഈ 16,000 ഹാജിമാരിൽ ചെറിയ വ്യത്യാസമേ 3 എംബാർക്കേഷൻ പോയിന്റുകളും തമ്മിലുള്ളൂ. ചെറിയ വ്യത്യാസത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയാണെങ്കിൽ തൊട്ടടുത്ത് കണ്ണൂരും കോഴിക്കോടും ഏതാണ്ട് ഈക്വൽ ഫുട്ടിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ 10,000+ ഹാജിമാർ തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് തീർത്ഥാടനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് യാത്രയാക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ചേർന്ന സംഘാടക സമിതി യോഗം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ഹജ്ജ് കമ്മിറ്റി മെമ്പർ ഷംസുദ്ദീൻ അരീഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. ഹജ്ജ് കമ്മിറ്റി മെമ്പർ ഉമർ ഫൈസി മുഖം പ്രാർത്ഥന നടത്തി. അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി പാനൽ അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് സ്വാഗതവും മെമ്പർ അസ്കർ കോറാട് നന്ദിയും പറഞ്ഞു. എയർ 1 കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.